സാർ, എറണാകുളത്തിനടുത്ത് പറവൂർ മണ്ഡലത്തിൽ നിന്നാണ് വി.ഡി. സതീശൻ തുടർച്ചയായിട്ട് വിജയിച്ചു വരുന്നത്. ഇപ്പോൾ മുൻ DGP കൂടിയായിട്ടുള്ള സെൻകുമാർ ഇപ്പോൾ BJPയിലാണ്. അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റ്, ഹിന്ദു വിരുദ്ധനാണ് സതീശൻ, അതുകൊണ്ട് സതീശനെ തോൽപ്പിക്കാനായിട്ട് രണ്ടാമത് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് BJP വോട്ടുകൾ നൽകണം, അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകൾ നൽകണം. ഇതൊരു പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള ഒരു നീക്കമാണോ, അതോ എന്താണ് ഈ സെൻകുമാറിൻ്റെ ഈ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെൻകുമാർ പറഞ്ഞ സംബന്ധമാണ്, അത് രാഷ്ട്രീയമല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ സെൻകുമാർ പറഞ്ഞത് അത് അവിടെ കൊണ്ട് തീർന്നില്ല. അതായത് ഹിന്ദു വിരുദ്ധനാണ്, മറ്റേ മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കുന്ന ഒരുത്തനാണ് സതീശൻ, അയാളെ തോൽപ്പിക്കണം, അപ്പൊ രണ്ടാമത് വരുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് സെൻകുമാർ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇടത് സ്ഥാനാർത്ഥിയാണ് രണ്ടാമതായിട്ട് വരുന്നത്. സതീശൻ ജയിക്കുമ്പോഴൊക്കെ CPIയുടെ സ്ഥാനാർത്ഥിയാണ് രണ്ടാമതായിട്ട് വരുന്നത്. CPIയുടെ ഒരു സ്ഥിരം മണ്ഡലമാണ്. CPI സ്ഥിരമായിട്ട് ഇപ്പൊ തോറ്റുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. മുമ്പ് ശിവൻപിള്ളയൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ജയിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോ അത് കഴിഞ്ഞ് നമ്മൾ സെൻകുമാർ പറയാണ് പൊളിറ്റിക്കൽ അഗ്രസീവ്നെസ് നമ്മൾ കാണിക്കണം. എന്നിട്ട് സെൻകുമാർ അവിടെ നിർത്തിയില്ല. BJP 3-ാം സ്ഥാനത്ത് വരുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. ശരി, ഹിന്ദു നാമധാരികളെ അവിടെയൊക്കെ നമ്മൾ തോൽപ്പിക്കണം. ഹിന്ദു വിരുദ്ധരായ ഹിന്ദു നാമധാരികളെ അവിടെയൊക്കെ തോൽപ്പിക്കണം. അതോടുകൂടി നമ്മുടെ 60% പ്രശ്നവും തീരും. സെൻകുമാർ പറയുക സതീശന് 10,000 വോട്ടിൻ്റെ അടുത്ത് മാത്രമാണ് ഭൂരിപക്ഷം കിട്ടുക. അവിടെ BDJS ആവശ്യമില്ല. രണ്ടാമന് കൊടുത്തിട്ട് BJP രണ്ടാമന് കൊടുത്തിട്ട് ഈ ഹിന്ദു വിരുദ്ധരെ പാഠം പഠിപ്പിക്കുക. ഇങ്ങനെ കുറെ സ്ഥലത്ത് ഹിന്ദു വിരുദ്ധരെ പാഠം പഠിപ്പിക്കുക. അപ്പോൾ അവർ പാഠം പഠിച്ചോളും. ഇങ്ങനെ നിരവധി ഹിന്ദു നാമധാരികളുണ്ട്. മുസ്ലിങ്ങൾ പോലും ചെയ്യാത്ത വണ്ണം ഹിന്ദു വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇത്. ക്ലിയർ അല്ലേ? സെൻകുമാർ പറഞ്ഞത് ക്ലിയർ അല്ലേ? അതെ. പല സ്ഥലത്തും BJP 3-ാം സ്ഥാനത്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ BDJS ആണ് പറവൂര് സ്ഥിരമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് നോക്കിയാലും BDJS ആണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ 3-ാം സ്ഥാനത്ത് വരുന്ന സ്ഥലത്തൊക്കെ ഈ ഹിന്ദു വിരുദ്ധരും ഹിന്ദു നാമധാരികളുമായ V.D. സതീശനെ പോലുള്ളവരെ തോൽപ്പിക്കാനായിട്ട് മറ്റേ രണ്ടാമത് ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ രണ്ടാമത് വരുന്നത് CPM ആയിരിക്കും. പക്ഷെ ആ ഹിന്ദു നാമധാരിയായ ഹിന്ദു വിരുദ്ധനെ തോൽപ്പിക്കാനായിട്ട് മറ്റേ ആൾക്ക് വോട്ട് BJP മറയ്ക്കണം. ഇതാണ് സെൻകുമാർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സതീശിനെതിരെ എപ്പോഴും മത്സരിക്കുന്ന അവിടെ CPI, പക്ഷെ പറവൂരിനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ ഉറച്ചൊരു മണ്ഡലമാണെന്ന് പറഞ്ഞത്. അപ്പോൾ കുറേ കാലമായിട്ട് CPM ആ സീറ്റ് ഏറ്റെടുക്കണമെന്ന് പാർട്ടിക്കുള്ളിലെ പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ സതീശിനെ ജയിപ്പിക്കാനായിട്ട് BJPയും അല്ലെങ്കിൽ CPMും ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ടോ എന്നൊരു ആരോപണമുണ്ട്. കാരണം സതീശന്റെ മണ്ഡലത്തിൽ ഈ വാർഡിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേറിയ BJP. അപ്പോൾ BJPക്ക് ശക്തിയുണ്ട്, CPM ശക്തിയുണ്ട്. അപ്പോൾ എവിടെയോ എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട് എന്ന് അനുമാനിക്കാൻ പറ്റുമോ? അതായത് ഇപ്പൊ സിനിജി എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ തന്നെ ഈ സെൻകുമാർ പറഞ്ഞില്ലെങ്കിൽ തന്നെ BJPയുടെ വോട്ട് സതീശന് കൊടുക്കുന്നുണ്ടല്ലേ? അതെ അതെ, അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ടല്ലോ, ഉണ്ട്, എത്രയോ കാലമായിട്ട്. അതെ, കാരണം വടക്കൻ പറവൂരിൽ നിന്നാണ് BJPക്ക് ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നത്. ഈ മറ്റേ പരിഹാരക്രിയകളൊക്കെ ചെയ്യുന്ന ജോത്സ്യനായിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു ഇവിടെ, ജില്ലാ പ്രസിഡന്റ്. അവിടെ നിന്ന് അദ്ദേഹത്തിന് ചില കാരണങ്ങൾ കൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു. കാരണം എനിക്കറിയാം, അത് ഞാൻ പറയുന്നില്ല. അപ്പോ പറവൂരിൽ നിന്ന് തന്നെ BJPക്ക് ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. അതിന്റെ കൂടുതൽ ഉള്ളിലേക്ക് ഞാൻ കയറുന്നില്ല. സെൻകുമാറിന് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നേ വടക്കൻ പറവൂരും BJPയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോ ഓൾറെഡി കൊടുക്കുന്നുണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ BDJSന് BJPക്കാർ മുഴുവൻ വോട്ട് ചെയ്യുന്നുണ്ടാവുമോ? വടക്കൻ പറവൂര് സവർണരായ ആളുകൾ വോട്ട് ചെയ്യുമോ BDJS സ്ഥാനാർത്ഥിക്ക് നിർത്തിയ? അപ്പൊ സെൻകുമാർ പറയുന്നത് അവിടെ ഓൾറെഡി നടപ്പുണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ഇനി ചെയ്യാനുണ്ടോ വടക്കൻ പറവൂര്? അത് വടക്കൻ പറവൂരിന്റെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് ഈ തിയറി നമുക്ക് എടുക്കാം. സെൻകുമാറിന്റെ BJP വോട്ട് പണ്ട് ഈ ഒരാൾ, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ഒരാൾ BJPയുടെ കേരളത്തിൽ സംഘടനാ സെക്രട്ടറി ആയിരുന്ന കാലത്ത്, അദ്ദേഹത്തിന് കണ്ണൂരുകാരനാണ്, കരുണാകരനുമായിട്ട് നല്ല ബന്ധമാണ്. അദ്ദേഹം
കരുണാകരന്റെ പാർട്ടിക്ക് വോട്ട് മറിച്ചതായിട്ട് ആരോപണമില്ലേ? BJP വോട്ട് മറിക്കാതിരുന്നത് വി മുരളീധരൻ പ്രസിഡന്റായി തുടങ്ങിയത് മുതലല്ലേ? അതിനു മുമ്പ് പലതരത്തിൽ കോലീബി സഖ്യോ പലതരത്തിലും ഈ സാധനങ്ങൾ നടന്നുകൊണ്ടിരിപ്പില്ലേ? വോട്ട് മറിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ BJPക്ക് പണ്ടില്ലേ ഉണ്ടായിരുന്നു. ആ വോട്ട് മറിച്ചിരുന്ന ആ പഴയ കാലത്തിലേക്ക് BJP തിരിച്ചു പോകണമെന്നാണോ സെൻകുമാർ ഉദ്ദേശിക്കുന്നത്? അമിത്ഷായെ പോലുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 20% അടുത്ത് വോട്ട് ശതമാനമായാൽ ഈ വോട്ട് ശതമാനം കൂട്ടിക്കൊണ്ടിരിക്കണം എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. BJP അവിടെ BDJS ഒന്ന് ആലോചിച്ച് നോക്ക്. BDJSന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആകെ 5 സീറ്റല്ലേ കിട്ടിയ. ഇതൊക്കെ ഏറ്റെടുത്തിട്ട് BJP തന്നെ വടക്കൻ പറവൂര് ഫൈറ്റ് ചെയ്യാം. ഇത് സെൻകുമാർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ഇവര് തന്നെ ഫൈറ്റ് ചെയ്യാം. ഫൈറ്റ് ചെയ്തിട്ട് BJPയുടെ ശരിയായ വടക്കൻ പറവൂരിലെ വോട്ട് ഇത്രയുണ്ടെന്ന് BJP പ്രൂവ് ചെയ്യുക. അത് സതീശന് കാണിച്ചു കൊടുക്കുക. അതല്ലേ ചെയ്യണ്ടേ? മാത്രമല്ല, ഈ എല്ലാ സ്ഥലത്തും ഹിന്ദു നാമധാരികളായ ഹിന്ദു വിരുദ്ധന്മാർക്ക് അവിടെ എങ്ങനെയാണ് BJP കാണിച്ചു കൊടുക്കുക? ഞങ്ങൾക്കിത് ഇത്രയും വോട്ട് ഉണ്ടെന്നേ ഇന്നലെ കാണിച്ചു കൊടുക്കണ്ടേ? കൃത്യമായിട്ടുള്ള വോട്ട് ശതമാനം എത്രയാണ് എന്നുള്ളത്, ആ വോട്ട് ശതമാനം BJP മൊത്തത്തിലുള്ളത് നിലനിർത്തുകയും കാണിച്ചു കൊടുക്കുകയുമാണ് വേണ്ടത്. അങ്ങനെയല്ലേ വേണ്ടേ? അതായത് 16% നിന്ന് 20 20 നിന്ന് 25 എന്നൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ BJP വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ BJPയുടെ വോട്ട് ശതമാനത്തിൽ ഇത് പ്രതിഫലിക്കുമോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ സാർ, അപ്പൊ അതിനകത്തൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന അല്ലെ രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ എതിർ സ്ഥാനാർത്ഥി വരുന്ന താരതമ്യേന ദുർബലനായ കൊടുക്കാറുണ്ട്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത തലമുറ കൈമാറ്റത്തിന്റെ ഭാഗമായിട്ട് VD സതീശനെതിരെയും ഈ പറയുന്ന ദുർബലനായ സ്ഥാനാർത്ഥിയാണ് ഇട്ടുകൊടുക്കുന്നത്. അതുകൊണ്ടാണ് BJP ആ മണ്ഡലം ഏറ്റെടുക്കാത്തതെന്നും BDJS സ്ഥാനാർത്ഥിയെ നിർത്തുന്നതെന്നും ഒരു പറച്ചിലുണ്ട്. ഇപ്പൊ തുടർച്ചയായിട്ട് 3 തവണയും BDJSന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് നിർത്തുന്നത്. ഇപ്പോൾ ഈ സെൻകുമാർ പറയുന്ന അടിസ്ഥാനത്തിൽ ഒരു ശക്തനായ BJP സ്ഥാനാർത്ഥി അവിടെ നിർത്തണം, BJP മണ്ഡലം ഏറ്റെടുക്കണം. അങ്ങനെ സംഭവിക്കുന്ന സാറിന് പ്രതീക്ഷയുണ്ടോ? അങ്ങനെയാണ് നടക്കേണ്ടിയിരുന്നത്. BDJS അല്ല അവിടെ മത്സരിക്കേണ്ടത്. BJP എല്ലാ സ്ഥലത്തും മത്സരിച്ചിട്ട് BJPയുടെ സ്ട്രെങ്ത് എന്താണെന്ന് കാണിച്ചു കൊടുക്കാണല്ലോ. അതെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെതിരെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ BJP നിർത്താറുണ്ടോ? ഇല്ല. തോൽക്കും. VS അച്യുതാനന്ദനെതിരെ നല്ല സ്ഥാനാർത്ഥി. ഇങ്ങനെ ഈ വമ്പന്മാരെന്ന് തോന്നുന്ന കോൺഗ്രസ്സുകാരായാലും കൊള്ളാം, മറ്റേ CPM-കാരായാലും കൊള്ളാം, ഇവർക്കെതിരെ ഒന്നും BJP ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താറില്ല. ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മറ്റേ നല്ല BJP സ്ഥാനാർത്ഥികൾ ഞങ്ങൾ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നും ഉണ്ടാകാം. ഇനി ഇതൊന്നും അല്ലാതെ KNA ഖാദർ മത്സരിച്ച ഗുരുവായൂരില്ലേ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയില്ലേ BJP സ്ഥാനാർത്ഥിയുടെ? അത് മനഃപൂർവ്വം അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. ഇങ്ങനെ പല അഭ്യാസങ്ങൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിനി വടക്കൻ പറവൂരിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അവിടെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ BDJSന്റെ ജയപ്രകാശ് AB ഇല്ലേ 12,964 ആണ് വോട്ട് പിടിച്ചിരിക്കുന്നത്. 8.17%. CPIയുടെ MT നിക്സൺ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയാണ്, അറിയപ്പെടുന്ന സ്ഥാനാർത്ഥിയല്ല, മത്സരിച്ചത്. 60,963 വോട്ട് കിട്ടി. 38.4% CPIക്ക്. സതീശന് 51.87%. സതീശന്റെ വോട്ട് കൂടി, ദുർബലരായ സ്ഥാനാർത്ഥികൾ വന്നു. 2016 സതീശന് 46.70%, 74,985. CPIയുടെ ശാരദാ മോഹൻ TKയുടെ കുടുംബത്തിൽ നിന്നുള്ള ആളല്ലേ, 54,351 വോട്ട്, 33.85. അവരെക്കാൾ 5% നിക്സൺ നിന്നപ്പോ കൂടി. അപ്പൊ BDJSന് 2016 അവിടെ ഹരി വിജയൻ നിന്നപ്പോ 28,097 വോട്ട് കിട്ടി, 17.50%. BJP വോട്ട് മറിച്ചു എന്നുള്ളതിന്റെ തെളിവാത്. കാരണം 17.50% വോട്ട്, 28,000 വോട്ട് 2016 BDJSന് കിട്ടി. BDJSന് അത് പകുതിയായിട്ട് കുറഞ്ഞു. 2021 12,000 വോട്ട്, 8.17%, പകുതിയായിട്ട് കുറഞ്ഞു. അപ്പോൾ BDJSന് 2016 BDJS സ്ഥാനാർത്ഥിയായ ഹരിക്ക് കൊടുത്ത വോട്ട് BJP കൊടുത്തില്ല BDJS സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ. BJP വോട്ട് മറിച്ചു അവിടെ, സതീശന് വോട്ട് മറിച്ചു.
ഇത് നമുക്ക് ഡാറ്റയിൽ നിന്ന് തെളിയുന്നുണ്ടല്ലോ. അതെ. അപ്പൊ സെൻകുമാറിന്റെ ശുപാർശയൊന്നും വേണ്ടെന്നേ. സതീശന് തന്നെ വോട്ട് കൊടുക്കുന്നുണ്ട് അവിടെ BJP. അത് നിർത്തിവെച്ചാൽ തന്നെ കാര്യങ്ങൾ അത് നിർത്തിവെച്ചിട്ട് BJPയുടെ ശരിയായ സ്ട്രെങ്ത്, BJPയുടെ സ്ഥാനാർത്ഥിയെ നിർത്തുക. ഇങ്ങനെയാണ്. അല്ലാതെ CPM-ന് വോട്ട് കൊടുക്കാനായിട്ട് എന്തിനാ BJP? കോൺഗ്രസിന് വോട്ട് കൊടുക്കാനായിട്ട് എന്തിനാ BJP? BJPയുടെ ശക്തി കാണിച്ചു കൊടുക്കുക എല്ലായിടത്തും. ഞങ്ങൾക്കത് ഇവിടെ 40,000 വോട്ടുണ്ട്, 30. കാരണം 28,000 വോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ 2016. അത് ചുരുക്കി കൊണ്ടുവരുന്നത് എന്തിനാണ്? അത് 30,000 ആക്കുക, 35,000 ആക്കുക. അപ്പൊ തന്നെ ഒരു പേടിക്കില്ലേ? പേടിക്കും. മറ്റേ വോട്ട് ഷെയർ തന്നെ സതീശൻ പേടിക്കുമല്ലോ. BJPയുടെ സ്ഥാനാർത്ഥിയെ നിർത്തട്ടെ സതീശനെതിരെ. സെൻകുമാർ അങ്ങനെ ഉപദേശിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.